നിങ്ങൾ ഓൺലൈൻ പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ ഓൺലൈൻ ഇ-കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസ് ആയിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ തുടങ്ങി നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്ട്സിൽ സെല്ല് ചെയ്ത് അത് വഴിക്ക് എന്തെങ്കിലും ഒരു ഇൻകം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഇന്ന് മുതൽ ഫോളോ ചെയ്ത് തുടങ്ങിക്കോളൂ. നമ്മൾ ആമസോണിൻ്റെ ഫുൾ ട്രെയിനിങ് വീഡിയോസ് നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എങ്ങനെ ആമസോണിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആർക്കൊക്കെ ആമസോണിൽ നമ്മുടെ പ്രൊഡക്ട്സിൽ സെല്ല് ചെയ്യാം എന്നതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഒരുപാട് പേര് പല കാറ്റഗറിയിലുള്ള ആൾക്കാർ ആമസോണിൽ പ്രൊഡക്ട്സിൽ സെല്ല് ചെയ്യുന്നുണ്ട്. മാനുഫാക്ചേഴ്സ്, അല്ലെങ്കിൽ റീസെല്ലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നവർ, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ ഈ ഒരു ഓൺലൈൻ ഫീൽഡിലേക്ക് കടന്നു വരുന്നുണ്ട്. നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് റെഗുലർ GST ആണ്. അതായത് നിങ്ങൾ കോമ്പോസിഷൻ സ്കീമിലുള്ള GST ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആമസോൺ പോലെയുള്ള മാർക്കറ്റ് പ്ലേസുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് റെഗുലർ GST എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പാൻ കാർഡ് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ GST എക്സംപ്റ്റഡ് പ്രൊഡക്റ്റുകളായിട്ടുള്ള ബുക്സ് ഒക്കെ പോലുള്ള പ്രൊഡക്ട്സിൽ സെല്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ ഒരിക്കലും നിങ്ങൾക്ക് GSTയുടെ ആവശ്യമില്ല. GST ഇല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു ആധാർ പോലുള്ള ഏതെങ്കിലും KYC ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആമസോൺ അക്കൗണ്ട് വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതുവഴിക്ക് ബുക്സ് പോലുള്ള ഐറ്റംസിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. പക്ഷേ അപ്പോൾ അപ്പോഴും പാൻ കാർഡ് നിർബന്ധമാണ്. അതുപോലെ തന്നെ KYC ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതുവഴിക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ആമസോണിൻ്റെ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഒരു ഇമെയിൽ ആൻഡ് മൊബൈൽ നമ്പറാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു ആമസോൺ ബിസിനസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു ഇമെയിൽ ഐഡിയും ഒരു മൊബൈൽ നമ്പറും അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. കാരണം ആമസോണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ അതുമായിട്ട് ഓർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് ആ ഒരു ഇമെയിലേക്ക് ആയിരിക്കും ആമസോൺ സെൻഡ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ നിങ്ങൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സെല്ല് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ എമൗണ്ട് നമുക്ക് ആമസോൺ വീക്കിലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അതിനായിട്ട് നിങ്ങളൊരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സേവിങ് അക്കൗണ്ട്, നിങ്ങളുടെ തന്നെ പേരിലുള്ള നോർമൽ സേവിങ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അതല്ല രജിസ്റ്റേർഡ് കമ്പനിയാണ്, നിങ്ങളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കറണ്ട് ബാങ്ക് അക്കൗണ്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആമസോണിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അവസാനമായിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ആവശ്യം. എന്തെങ്കിലും ഒരു പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നമുക്ക് ഡമ്മി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രൊഡക്ട്സ് നമുക്ക് ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാലും ആമസോൺ നിങ്ങളുടെ ഫൈനൽ റിവ്യൂ ചെയ്യുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് അത് ലൈവ് ആക്കാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ ആമസോൺ അക്കൗണ്ട് അവർ ഫൈനൽ റിവ്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ട് ലൈവ് സ്റ്റാറ്റസിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ ഇന്ത്യയിൽ നിങ്ങൾക്ക് സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് 5 മണിക്കൂറോളം വരുന്ന ഫ്രീ വീഡിയോ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ സെഷൻ കാണാം. നമുക്ക് മറ്റു വീഡിയോ കൊണ്ട് വീണ്ടും കാണാം. താങ്ക്